മെറിലാൻഡ് എന്നെ വിളിച്ചു, ശ്രീ പി സുബ്രഹ്മണ്യം അങ്ങോട്ട് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പടത്തിൽ പോയി അങ്ങനെ തുടർച്ചയായിട്ട് അഭിനയിച്ചു. അങ്ങനെ മെറിലാൻഡും ഉദയമായിട്ട് അങ്ങനെ മാറി മാറി അഭിനയിച്ചുകൊണ്ടിരുന്നു. ഈ കാലഘട്ടത്തിലാണ് തമിഴിലേക്കുള്ള എൻ്റെ ക്ഷണം 1957. അപ്പോൾ 51 തുടങ്ങിയത് എൻ്റെ ആദ്യത്തെ പടം മരുമകൾ. 51 ഡിസംബർ 26 ആദ്യമായിട്ട് ഞാൻ ക്യാമറയെ ഫേസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 57 തമിഴിലേക്കുള്ള ക്ഷണമാണ്. അപ്പോൾ തമിഴിൽ ആദ്യത്തെ പടം തൈ പിറന്താൾ വഴി പുറക്കും എന്നുള്ളതാണ്. അന്നാണ് നമ്മുടെ ശ്രീ MGR ഞാൻ അവിടെ വെച്ച് കാണുന്നത്. അപ്പോൾ MGR ഞാനുമായിട്ട് പരിചയപ്പെട്ട് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് എന്തിനാ ഈ മലയാളം തമിഴിലേക്കും വരാമല്ലോ, എന്തിനാ ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നത്? നമ്മൾ ചേട്ടാ എനിക്ക് തമിഴൊന്നും വലിയ പിടിയില്ല, ഞാൻ എൻ്റെ തമിഴിൽ അടിച്ചു. ഈ തമിഴൊക്കെ മതി, സിനിമയ്ക്ക് വരാൻ ഇതൊക്കെ ധാരാളം മതി. ഇവിടെയാണ് AK വേലൻ എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസറാണ് ഇവിടെ നിന്ന് ക്ഷണിക്കുന്നത് ടെലിഫോണിൽ. നിങ്ങൾക്ക് റോളുണ്ട്, തൈ പിറന്താൾ പുറക്കുന്ന പടം ഞാൻ എടുക്കുന്നു, ഒരു കഥാനായകൻ്റെ വേഷമാണ്, SSR ഉണ്ട്, 2 നായകന്മാരാണ്, എന്നുവെച്ചാൽ വെരി ഫൈൻ റോൾ, നിങ്ങൾക്ക് നന്നായിരിക്കും പറഞ്ഞ്. എനിക്ക് തമിഴ് ഒരു പിടിയില്ലായിരുന്നു. ഞാൻ തമിഴ് തന്നെ കുറേ സംസാരിച്ചു. ഈ തമിഴ് ധാരാളം മതി, നിങ്ങൾ ഉടനെ പുറപ്പെട്ട് വരിക എന്ന് പറഞ്ഞു. ഞാനൊരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പുറപ്പെട്ട് ഇവിടെ വന്നു. ആ കോൺട്രാക്ട് സൈൻ ചെയ്തു. തൈ പിറന്താൾ വർക്കും വലിയ ഹിറ്റായി. തമിഴിലെല്ലാം കൂടെ 55 പടം സൈൻ ചെയ്തു. 55 പടം. ഞാൻ ഒരു പടത്തിന് വന്ന ഞാൻ ഒരു ഒറ്റ വർഷത്തിന് 55 പടം സൈൻ ചെയ്തു. ആ 55 പടത്തിൽ 39 പടം റിലീസായി. ബാക്കി മിക്കവാറും പടങ്ങൾ പലതും 5000, 9000, 10000 ഓടിയെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അതിന് വരാനേ പോകുന്നില്ല.